സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണിൽ എങ്ങനെ ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യൽ? അതിനായിട്ട് രണ്ട് സെറ്റിങ്സാണ് ഉള്ളത്. ഒന്നാമത് നിങ്ങൾ ഡിസ്പ്ലേയിൽ ഒരു വിരൽ അമർത്തി പിടിച്ചാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഹോം സ്ക്രീൻ സെറ്റിങ്സ് കാണാൻ പറ്റും. ഹോം സ്ക്രീൻ സെറ്റിങ്സ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യുന്ന സെറ്റിങ്സ് കാണാൻ പറ്റും. രണ്ടാമത് വരുന്നത് ഇവിടെ ഈ ഡിസ്പ്ലേ കാണുന്ന ഹോം സ്ക്രീനിൽ സെറ്റിങ്സ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബ്രൈറ്റ്നസ് ആൻഡ് ഹോം സ്ക്രീൻ കാണാം. ഡിസ്പ്ലേ സെറ്റിങ്സ് ആണ്. ഈ ഡിസ്പ്ലേ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ഹോം സ്ക്രീൻ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് നീക്കുക. ഇവിടെ ഹൈഡ് ആപ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓരോ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു ഡോട്ട് ഇടാനുള്ള ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷനിൽ ആ ഡോട്ട് ഇട്ട് കൊടുക്കുക. മുകളിലായിട്ട് ഹിഡൻ ആപ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഹിഡൻ ആപ്സ് ഹൈഡ് ആയതാണ് കാണുന്നത്. ഹൈഡ് ആയ ആപ്സ് മുകളിലോട്ട് വരുന്നതാണ്. അതുപോലെ ഹൈഡ് ആവാത്തത് ഇവിടെ താഴെ കാണാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ആപ്ലിക്കേഷനെല്ലാം ടിക്ക് ഇടുക. ടിക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഡൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനുകൾ ഹോം സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. അത് ഹൈഡായിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഇങ്ങനെ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷനുകളെ എങ്ങനെ ഒഴിവാക്കാം, ഹൈഡ് എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന രണ്ട് സെറ്റിങ്സ് എടുക്കാനുള്ള രണ്ട് ഓപ്ഷന്. ഒന്നാമത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ സെറ്റിങ്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഹൈഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഹൈഡ് ഒഴിവാക്കാനുള്ള ഇത് കാണാൻ പറ്റും. അതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകാൻ പറ്റും. രണ്ടാമത് സെറ്റിങ്സ് ഇതാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് നീക്കുക. ഹോം സ്ക്രീൻ എന്നുള്ള ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹൈഡ് ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്തതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷന്മേൽ ക്ലിക്ക് ചെയ്താൽ മതി, ഹൈഡ് റിമൂവ് ആവുന്നതാണ്. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന ഡൺ എന്ന് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷനെല്ലാം ഹൈഡ് റിമൂവ് ആയിട്ടുണ്ടാവും. ആപ്ലിക്കേഷനുകളെല്ലാം ഇപ്പോൾ ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.